മച്ചാനെ അപ്പൊ എന്താണ് പരിപാടി? വീക്കെൻഡ് അല്ലേ? അപ്പോ നിങ്ങൾ വീക്കെൻഡ് തൃശ്ശൂരുള്ളവരാണെങ്കിൽ തീർച്ചയായും പുള്ളുപാടം ഇപ്പൊ വരേണ്ടതാണ്. ഈ ജൂൺ ജൂലൈ മാസത്ത് നല്ല മഴയും അതുപോലെ ഈ ക്ലൈമറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ സ്റ്റേ വെക്കേഷൻസ് ഉണ്ട്. അതിലൊരു സ്റ്റേ വെക്കേഷനാണ് നമ്മൾ ഫീൽഡ് വ്യൂ റിസോർട്ട്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആന്റണി വ്ളോഗ്സ്. എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കള്ളുണ്ട്. 3 കള്ള് ഷാപ്പ് ഉണ്ട് പുള്ളുപാടം വരണ വഴിക്ക്. നല്ല അടിപൊളി കള്ളുണ്ട്. മുന്തിരിക്കള്ളുണ്ട്, ഇഞ്ചിക്കള്ളുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്. കൊട്ടവഞ്ചിയിൽ നമ്മൾ പോയിട്ടില്ല മുന്നേ. ഞങ്ങള് മുന്നത്തെ ഒരു വ്ളോഗ് ഉണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾ നേരെ ഞങ്ങളുടെ മുന്നുള്ള വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളുപാടം വരേണ്ടത് ഈ മഴക്കാലത്തിന്റെ തൊട്ട് മുന്നും പിന്നെ ഈ മഴക്കാല സമയത്താണ്. ആ ടൈമിൽ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. അതായത് താമരപ്പാടം മഴക്കാലം കഴിഞ്ഞിട്ടാണ്. പുള്ളില് അധികം സ്റ്റേ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോ പുള്ളുപാടത്ത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാം, വേണമെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യാനും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആ ഒരു റിസോർട്ടിനെ പറ്റിയാണ് ഫീൽഡ് വ്യൂ റിസോർട്ട്. അത് പുള്ളുപാടത്ത് നെടുപുഴയിൽ വരുമ്പോൾ ഉള്ള സ്ഥലമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഇനി കാണും. അതുപോലെ നമ്മൾ ആ റിസോർട്ടിന്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള സൗകര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കാറ്റും കൊള്ളാം, വ്യൂ കൊള്ളാം, അതുപോലെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കള്ളും കുടിക്കാം. കള്ള് കുടിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഉച്ചയായിട്ട് അവിടെ പോവാന്നുള്ള പരിപാടിയിൽ നിൽക്കണേ. കള്ളിന് ഉപരി ഇവിടുത്തെ ഷാപ്പിന്റെ കറികളാണ് വ്യത്യസ്തം. അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോ ബിസി ലൈഫിൽ നിന്നൊരു സ്റ്റേക്കേഷൻ ഒരു ബ്രേക്ക് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തൃശ്ശൂർ പുള്ളുപാടത്തുള്ള ഫീൽഡ് വ്യൂ റിസോർട്ടിലേക്ക് വരാം. കുറച്ച് ചൂരക്കറി, കുറച്ച് കുള്ളി, പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ്, ഇത് സബോളയാണ് ഇതിലേക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് പുള്ളുപാടത്തിന്റെ മെയിൻ സ്പോട്ട്. ഇവിടെയാണ് കൊട്ടവഞ്ചിയും അതുപോലെ പെഡൽ ബോട്ടൊക്കെ ഉള്ള. അപ്പൊ നമ്മള് ഇതേ വഞ്ചിയിൽ പോവാണ് താമരക്കുളം കാണാൻ വേണ്ടി. പ്രിയ എക്സൈറ്റഡ് ആണോ? പതക്കെ മതിട്ടാ, തിരക്കില്ല. പ്രിയ വെപ്രാലടിക്കണ്ട. ഞാൻ കയറട്ടെ. താമര എടുക്കാം. ഞങ്ങളിത് താമര കുളത്തിലാണ്. കുളത്തിലെ വഞ്ചിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഇവിടെ ഒരുപാട് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സ്പോട്ടാണ്. ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരാൻ എപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റാറില്ല. മഴയായിരുന്നെങ്കിൽ രസമില്ല. നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റില് വെയിലാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് കിട്ടും. ചെറിയ മഴയായി വൈകുന്നേ. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാ? മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ ഫീൽഡ് വ്യൂ റിസോർട്ട്. കണ്ട, പുള്ളുപാടത്തുള്ള ഫീൽഡ് വ്യൂ റിസോർട്ട്. പുള്ളിയിലത്തെ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ പോണേ. അടിപൊളിയായിട്ട് ഇവര് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വർക്കെല്ലാം. എൻ്റെ ഫ്രണ്ട് ഗോഡ്ഫ്രീ തന്നെയാണ് ഇത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞേ, ആളുടെ അനിയൻ്റെ പേര് ക്രിസ്റ്റോ. അടിയിൽ കണ്ട ഇത് നമുക്ക് എന്താ പറയുക
ഗ്രില്ലൊക്കെ ചെയ്യണമെങ്കിലുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. കനലൊക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ഈ തടി കഷ്ണത്തോണ്ടുള്ള ചെയറൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെറിയ തോതിൽ മാക്സിമം അടിപൊളിയാക്കിയിട്ട് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. പുള്ളുപാടത്ത് അധികം റിസോർട്ടുകളില്ല. അതുപോലെ സ്റ്റെയർ കേസ് കണ്ട, ഒരു സൈഡ് മാത്രം ഒരു ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾ ഫർണിച്ചേഴ്സ് എന്തെങ്കിലും കയറ്റാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ അവരങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എ ഫ്രെയിം സ്ട്രക്ചർ. ഇത് അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. കൊറോഗേറ്റഡ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ട ബാക്കിൽ പി വി സിയുടെ ഒരു ഷീറ്റാണ്, കൊറോഗേറ്റഡ് ഷീറ്റ്. അങ്ങനെ അതേപോലെ ഇവിടെ നിന്നുള്ള വ്യൂസാണ് കാണുന്നത്. കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഫുള്ള് പാടാണ്. കണ്ട ഏകദേശം സമയം ഇപ്പോൾ 5:40 സൂര്യ അസ്തമിക്കാറായിട്ടുണ്ട്. ആ വ്യൂ ആണ് നിങ്ങൾ കാണണേ. കണ്ട ഇതെൻ്റെ കസിൻസാണ്, ജോസഫ് ആൻഡ് റീന. ഹായ്. നല്ല നല്ല നാച്ചുറലായിട്ടുണ്ട് ജോസഫിൻ്റെ. ഹായ്. കണ്ട ഇതെന്റെ ചേച്ചി സിമ്മി. മാത്രത്തെ വെള്ളം തെറിപ്പിച്ച് കളിച്ച് കിടക്കണു. അപ്പൊ ഉള്ളിലേക്ക് പോവാ നമ്മള്. അടക്കണ്ടമ്മി തുറന്നു. അപ്പൊ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ ഉണ്ട്, പിന്നെ ചായയൊക്കെ ഉണ്ടാക്കണം കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ നല്ല രീതിയിൽ ഒരു ഹോളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ചെറിയൊരു സ്ഥലത്ത് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് മുകളിൽ ആൾക്കാർക്ക് കിടക്കാനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ നമുക്ക് ചെറിയൊരു വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ പുറത്തത്തെ വ്യൂസൊക്കെ നമുക്ക് കാണാം. തുറന്നേ പ്രിയ. കണ്ടാ ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹര അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ബാത്റൂം അതേപോലെ തന്നെ അതിൻ്റെ ഗംഭീര ഇതിലായിട്ടാണ് ബാത്റൂമൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള അത്യാവശ്യ സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാർപ്പറ്റാണ്, റെഡ് കാർപ്പറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താണ്, മൊത്തത്തിൽ ഒരു നല്ല വൈബാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ്. ഈ റൂമിൽ AC ഉണ്ട്, അതുപോലെ വാൾ മൗണ്ടഡ് ഫാനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വലിയ വിൻഡോ ഉണ്ട്. കണ്ട ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ നല്ല വ്യൂ ഉണ്ട്. അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ട് കാണാം. പ്രിയ വരുന്നുണ്ട്. സ്റ്റെയർ കേസ് കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കയറാൻ കുറച്ച് എളുപ്പം. പ്രായം കഴിഞ്ഞാൽ കുറച്ച് കയറാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കണ്ട ഇവിടെ നിന്ന് കണ്ട നമുക്കൊരു കുറച്ച് ആൾക്കാർക്കൊക്കെ പായും അതുപോലെ പില്ലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ചൂട് പുറത്തേക്ക് തള്ളാനായിട്ട്. എന്നാലും എന്തെങ്കിലും ഒരു ടേബിൾ ഫാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നി എനിക്ക്. ഇവിടെ അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട്. ഈ സൈഡിൽ സ്ലൈഡിങ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് കിടക്കാം. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. പ്രിയ എങ്ങനെയുണ്ട്? പ്രിയക്ക് ഇതുപോലത്തെ ആഗ്രഹം ഉണ്ടെന്നുള്ള ഒരു വീട്. ആ ഞങ്ങൾക്ക് ഇതേപോലെ ചെറിയൊരു സെറ്റപ്പിൽ ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. അപ്പോൾ കാര്യം സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇതേപോലെ സ്വന്തമായിട്ട് ഇതുപോലെ ഒരെണ്ണം പണിയണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. ദൈവം അനുഗ്രഹിച്ച് ഇതേപോലെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാലത്തെ മഴയെല്ലാം കൊണ്ട് ഞങ്ങള് ഇവിടുത്തെ ഫുള്ള് എൻജോയ് ചെയ്തു. ഞങ്ങള് കള്ള് മാത്രം അതൊന്നും ഉണ്ടായിരുന്നില്ല. താമരപ്പടം കണ്ടു, മറ്റേ വഞ്ചില് യാത്ര ചെയ്തു, പിന്നെ അവിടുത്തെ ചായയും കടിയും കഴിച്ചു. കള്ള് ഷാപ്പ് പോയി, പക്ഷെ കള്ള് കിട്ടിയില്ല. പക്ഷെ അവിടുത്തെ കറികളെല്ലാം കഴിച്ചു. അങ്ങനെ എൻജോയ് ചെയ്തു. ഞങ്ങള് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പുള്ളുപാടം വന്നെങ്കിലും ഞങ്ങൾ എന്നും ഡേ പോയി വരലാണ് പതിവ്. ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ ഒരു അവസരം തന്ന ഫീൽഡ് വ്യൂ റിസോർട്ടിന് വലിയൊരു താങ്ക്സ്. ഈ റിസോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ വീഡിയോയിൽ ഈ കമൻറ്റ് ചെയ്ത് DM ചെയ്യണവർക്ക് കുറച്ച് ചെറിയ ഓഫർ അവർ തരുന്നതായിരിക്കും. വാട്ട് ഈസ് യുവർ നെയിം? ഗെയിം കളിക്കാനാ?
രാത്രി ആവാറേ. ഇപ്പൊ സമയം ഏകദേശം എത്രയടി? 6 കഴിഞ്ഞിട്ടുണ്ടാവും. ഹോച്ചി കയ്യില. അപ്പോൾ ഞങ്ങള് 6:30 ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ചൂടാക്കി കഴിക്കണം. ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടുവരാ ചെയ്തേ. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഓവൻ ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ ചൂടാക്കി നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം. നല്ല ഒരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ്. എന്താ പറയാ, കിളികളുടെയും ഈ എന്താ പറയാ ഈ ചീവീട്, പിന്നെ ദേശാടന കിളികള്, അതുപോലെ പീകോക്ക്, ഇതിന്റെ ഒക്കെ സൗണ്ടുകളൊക്കെ കേട്ട് നമുക്ക് ആസ്വദിക്കാം. വേറെ ആരുമില്ല, നല്ല പ്രൈവസിയാണ്. വേറെ ഒറ്റ ആൾക്കാർ ഈ പരിസരത്തില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പീസ്ഫുൾനെസ് വേറെ തന്നെയാട്ടാ. അടുത്ത മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോട്ടെ. അപ്പൊ ഫീൽഡ് വ്യൂ റിസോർട്ട് എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ് പുള്ളുപാടത്ത്. എല്ലാവർക്കും ബൈ ഫ്രം പ്രിയ.